ആരുമില്ലാത്തവർക്ക് ദൈവം തുണ. പക്ഷേ നിരന്തരം മർദ്ദിക്കുന്ന ഭർത്താവിൽ നിന്നും ഒരു പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ട് പള്ളിയിൽ പോകുന്നതിനും ഉണ്ടല്ലോ ഒരു പരിധി. അപ്പോഴാണ് ആളുകൾ ദൈവത്തെ പോലെ കരുതുന്ന കോടതിയിലേക്ക് പോകുന്നത്. പക്ഷേ വിധി പേപ്പറിലായതുകൊണ്ട് കാര്യമില്ല. വിധി നടപ്പാക്കാൻ കേസ് വേറെ കൊടുക്കണം നമ്മുടെ നാട്ടിൽ. അങ്ങനെ കിട്ടിയ ഒരു കോടതി വിധിക്കും ഒരു സ്ത്രീയുടെ ദാരുണാന്ത്യത്തിനും ഇടയിൽ അധികം കാലയളവില്ല. ആ സ്ത്രീയുടെ ആ വിധിയാണ് ഈ കഥയിലെ ചിന്താവിഷയം. മരണം തൻ്റെ പിന്നിൽ തന്നെയുണ്ട് എന്ന് തിരിച്ചറിയുന്ന ഒരു മലയാളി വീട്ടമ്മ. ആ ജീവനം കൊണ്ട് അവൾ ഓടുമ്പോൾ മരണം കറുത്ത തുണിയൊളിപ്പിച്ച് തേനിൽ പൊതിഞ്ഞ മാപ്പുമായി അയാൾ പിന്നാലെ കൂടി. ഒത്തുതീർപ്പെന്ന വിഡ്ഢിത്തവുമായി ബന്ധുക്കളും അവളെ ഞെരുക്കി. ശേഷം കേരളം ഞെട്ടിയ ഈ കഥയാണ്. സെപ്റ്റംബറിലെ അവസാന തിങ്കളാഴ്ചയിൽ നിന്ന് മുന്നിലേക്കും പിന്നിലേക്കുമായി നീണ്ടുകിടക്കുന്ന സംഭ്രമജനകമായ ഒരു സംഭവം. അന്വേഷണ വഴികളിൽ കുറ്റവാളിയുടെ, കൊലയാളിയുടെ സമാനതകളില്ലാത്ത ഒളിച്ചുകളി. ആ കുതന്ത്രങ്ങളെയെല്ലാം തകർത്ത് ഉള്ളിലെ സത്യം വലിച്ച് പുറത്തിട്ടു കേരള പോലീസ്. സെപ്റ്റംബർ 28 കേരളത്തിലുള്ള അമ്മയെ നിരന്തരം ഫോൺ ചെയ്യുകയാണ് സാൻഡോ സാം എന്ന 23-കാരൻ. സാൻഡോയും 2 സഹോദരങ്ങളും വിദേശത്താണ് പഠിക്കുന്നത്. മൂത്ത ചേച്ചിയും അതിനു താഴെ ഒരു ചേട്ടനും. അവരും പറഞ്ഞു, മമ്മയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഇങ്ങോട്ടും വിളിക്കുന്നില്ല, കുറച്ച് ദിവസമായി. അങ്ങനെയാണ് സാൻഡോ ആ ദിവസം മുഴുവനും അമ്മയെ വിളിച്ചുകൊണ്ടേയിരുന്നത്. രാത്രിയോടെ സാൻഡോ ഒന്ന് ഭയന്നു. തോട്ടവും ബംഗ്ലാവും സുഖവാസ കേന്ദ്രങ്ങളിൽ സ്ഥലവുമൊക്കെയുള്ള കുടുംബമാണ്. ഗോവയിലും കോവളത്തും ഫ്ളാറ്റുകൾ. മക്കൾ വിദേശത്ത് പഠിക്കുന്നു. ഇതൊക്കെയാണെങ്കിലും തൻ്റെ മാതാവ് അവിടെ അത്ര സുരക്ഷിതയല്ല. അത് സാൻഡോയ്ക്കും മറ്റു മക്കൾക്കും നല്ലതുപോലെ അറിയാം. അതാണ് ഈ ആശങ്ക. കോട്ടയത്ത് വീടിനടുത്തുള്ള അങ്കിളിനെ വിളിച്ചു. സാൻഡോയ്ക്ക് നന്നായി അറിയാവുന്ന കുടുംബ സുഹൃത്താണ്. ഒന്ന് വീട്ടിൽ പോയി നോക്കണം, തൻ്റെ മാതാവിനെന്തോ വയ്യായികയുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഫോണിൽ കിട്ടാതിരിക്കില്ല. ഇതേ സമയം ജെസ്സിയുടെ മകൾ തൻ്റെ ചില സുഹൃത്തുക്കളെ കൂടി ഇക്കാര്യം അറിയിച്ചു. സെപ്റ്റംബർ 29 രാവിലെ 7:30 കാണക്കാരിയിലെ പട്ടിത്താനത്ത് ഏറ്റുമാനൂർ കുറവിലങ്ങാട് റോഡിൽ രത്നഗിരി സെന്റ് മേരീസ് പള്ളിക്ക് സമീപത്തായാണ് ആ ഇരുനില വീട്. കപ്പടക്കുന്നേൽ. കാണക്കാരി രത്നഗിരിയിലെ അൽഫോൻസ സ്കൂളിനോട് ചേർന്നാണ് ഈ വീട്. അയൽക്കാരൻ അവിടെ എത്തി. സാൻഡോ പറഞ്ഞതനുസരിച്ചാണ് അയാൾ ജെസ്സിയെ നോക്കാൻ അവിടെ ആ സമയത്തെത്തിയത്. ജെസ്സി സാം, സാൻഡോയുടെ മമ്മ, 49 വയസ്സ്. സാമാണ് ജെസ്സിയുടെ ഭർത്താവ്. പക്ഷേ ദമ്പതികൾ തമ്മിലുള്ള പിണക്കം കാരണം 2 നിലകളിലായാണ് അവർ താമസിക്കുന്നത്. ജെസ്സി വീടിന്റെ താഴത്തെ നിലയിലും ഭർത്താവ് സാം കെ ജോർജ് മുകളിലത്തെ നിലയിലുമാണ്. വന്നയാൾ ഏറെ നേരം ബെല്ലടിച്ചിട്ടും അനക്കമില്ല. മുകളിൽ ആളുണ്ടോ എന്നുകൂടി അയാൾ ശ്രദ്ധിച്ചു. മുകളിൽ സാം ഉണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. പക്ഷേ താഴെ ജെസ്സിയില്ല. സെപ്റ്റംബർ 29 രാവിലെ 10:30 പോലീസ് സ്റ്റേഷൻ കുറവിലങ്ങാട്. കാണക്കാരിയിലെ ഒരു പഞ്ചായത്ത് മെമ്പറും ഒപ്പം കുറച്ച് നാട്ടുകാരുമുണ്ട്. പരാതി നൽകാനാണ് എത്തിയത്. ജെസ്സിയുടെ മക്കൾ ഏൽപ്പിച്ചതനുസരിച്ചാണ്
പരാതി നൽകാൻ ആ കൂട്ടമെത്തിയത്. കുട്ടികൾ 3 പേരും വിദേശത്താണ്. കുറച്ചു ദിവസമായി അവർ നിരന്തരം വിളിച്ചിട്ടും അവരുടെ അമ്മയെ കിട്ടാനില്ല. താനും പോയി നോക്കി. മുകളിൽ ഭർത്താവ് സാം ഉണ്ട്, പക്ഷേ താഴെ ജെസ്സി ഇല്ല. മാത്രമല്ല, ആ വീടും പരിസരവും കണ്ടിട്ട് അവിടെ കുറച്ചു ദിവസമായി ആളുള്ള ലക്ഷണമില്ല. നാട്ടുകാരൻ പരാതിയുടെ ചുരുക്കം പോലീസിനു മുന്നിൽ അവതരിപ്പിച്ചു. പോലീസ് പരാതി എഴുതി വാങ്ങിച്ചു. പോലീസ് സംഘം അതിവേഗം തന്നെ തിരിച്ചു. നാട്ടുകാർ ഒപ്പം. സെപ്റ്റംബർ 29 രാവിലെ 11:30 കപ്പടക്കുന്നേൽ. 2 നില വീടാണ്. ഭാര്യ താഴത്തെ നിലയിൽ, ഭർത്താവ് മുകളിൽ. എന്താ ആ കഥ? അവർ തമ്മിൽ ഒരു കേസ് നടക്കുകയാണ്. നാട്ടുകാരനും കുടുംബ സുഹൃത്തുമായ ആ ആൾ തന്നെ അറിയാവുന്ന കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞു തുടങ്ങി. കുടുംബക്കോടതിക്ക് പുറമെ സിവിൽ കേസുമുണ്ട്. വീടും വസ്തുക്കളുമൊക്കെയായുള്ള തർക്കം. നാളെ, അതായത് 2025 സെപ്റ്റംബർ 30 കോടതിയിൽ 2 പേരെയും വിളിപ്പിച്ചിട്ടുണ്ട്. ഒത്തുതീർപ്പിനാണെന്നാണ് അറിയാൻ കഴിയുന്നത്. വാർഡ് മെമ്പർക്കും ആ നാട്ടുകാരനും അറിയാവുന്ന വിവരങ്ങൾ പോലീസിന് നല്ല ഒരു ലീഡായിരുന്നു. രാവിലെ അയൽക്കാരൻ നോക്കാനെത്തുമ്പോൾ അവിടെയുണ്ടായിരുന്ന സാം കെ ജോർജ് ഇപ്പോൾ അപ്രത്യക്ഷനായി. സാം കെ ജോർജ്, ആ പേരും ആ വീടും അതിലെ ദമ്പതികളുടെ താമസ രീതിയുമൊക്കെ കേട്ടപ്പോൾ തന്നെ പോലീസ് ഭാഷയിൽ പറഞ്ഞാൽ അവർക്ക് അയാളിൽ ഒരു ക്രിമിനലിന്റെ മണം കിട്ടി. പക്ഷെ മുൻവിധി പാടില്ല. ആദ്യം കൃത്യമായ പരിശോധന, അന്വേഷണം. സാം കെ ജോർജ് കുറ്റവാളിയാണെങ്കിലും അല്ലെങ്കിലും അയാളെയാണ് പോലീസിന് ആദ്യം വേണ്ടത്. അതിന് കൃത്യമായ കാരണവുമുണ്ട്. ദമ്പതികൾക്കിടയിലുണ്ടായ വഴക്ക്, കുടുംബക്കോടതി, സിവിൽ കേസ്. അതാണ് ആദ്യം ഒഴിക്കേണ്ടത്. ആ ക്രാക്കിംഗ് കഴിയുമ്പോൾ അറിയാം ജെസ്സി എവിടെയാണെന്ന്. ബംഗളൂരുവിൽ നിന്നാണ് ആ കുടുംബം കോട്ടയത്തേക്ക് എത്തുന്നത്. ഏറെക്കാലം വിദേശത്തായിരുന്നു. സൗദി അറേബ്യയിലെ ജിദ്ദയിലും ബംഗളൂരുവിലും IT പ്രൊഫഷണലായിരുന്നു സാം കെ ജോർജ്. നാട്ടിലെത്തിയ ഇയാൾ ഒരു ട്രാവൽ ഗൈഡായി. നിരന്തരം വിദേശികളുമായി കറക്കമായിരുന്നു. പ്രൊഫഷണൽ ലൈസൻസ് സംഘടിപ്പിക്കാനായി ആ രംഗത്തെ വിദ്യാഭ്യാസ യോഗ്യത അനിവാര്യമായി. അപ്പോഴാണ് MG സർവകലാശാലയിലെ സ്കൂൾ ഓഫ് ടൂറിസം സ്റ്റഡീസിൽ ഒരു കോഴ്സ് ഉണ്ടെന്ന വിവരം ലഭിക്കുന്നത്. അങ്ങനെ അയാൾ 59-ാം വയസ്സിൽ ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെന്റ് ബിരുദാനന്തര ബിരുദ കോഴ്സിന് ചേർന്നു. എന്നാൽ അയാളിലെ ട്രാവൽ ഗൈഡ് വേഷത്തിനുള്ളിൽ ഒരു സ്ത്രീ വേട്ടക്കാരനായിരുന്നു എന്നാണ് നാട്ടുകാരുടെ പക്ഷം. ശ്രീലങ്ക, ഇറാൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള യുവതികളെ അയാൾ ഈ വീട്ടിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങളുടെ ആക്കം കൂട്ടി. ജെസ്സി കാണാൻ തന്നെയാണ് അയാൾ ആ സ്ത്രീകളെ ഈ വീട്ടിൽ കൊണ്ടുവരുന്നത്. മദാമ്മമാരായിരുന്നു കൂടുതലും. നാട്ടുകാർ പലരും പോലീസിനോട് സാക്ഷ്യം പറഞ്ഞു. പക്ഷെ നാട്ടുകാരിൽ നിന്നും പോലീസിനാവശ്യമായ കാര്യമായി ഒന്നും കിട്ടുന്നില്ല. 2 ദിവസം മുമ്പ് സാം അയാളുടെ റെനോ കാറിൽ പുറത്തേക്ക് പോകുന്നത് ഒരാൾ കണ്ടു. ആ ഒരു വിവരം മാത്രമാണ് പോലീസിന് ലഭിച്ചത്. ദമ്പതികൾ തമ്മിൽ വഴക്കും പ്രശ്നങ്ങളും കേസുമൊക്കെ ഉണ്ട്. പക്ഷേ അതിനപ്പുറം ജെസ്സിയുടെ തിരോധാനത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന കൃത്യമായ വിവരങ്ങൾ തരാൻ നാട്ടുകാർക്ക് അപ്പോൾ കഴിഞ്ഞില്ല. ഇനി ബംഗളൂരു മുതലുള്ള അവരുടെ ആ ദമ്പതികളുടെ കഥയറിയണം. അത് ജെസ്സി നൽകിയ കേസിലുണ്ടാകും. സെപ്റ്റംബർ 30 ജെസ്സിയുടെ മൂത്ത മകളുടെ സുഹൃത്തുക്കൾ വഴി ജില്ലാ പോലീസ് മേധാവിയിലേക്ക് പരാതി എത്തിയിരുന്നു. കേസ് സീരിയസ് ആയി അന്വേഷിക്കണം. ജെസ്സി കോടതികളിൽ നൽകിയ കേസുകളുടെ മുഴുവൻ രേഖകളും കുറവിലങ്ങാട് പോലീസ് ശേഖരിച്ചു. ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു അതിൽ. സാം കെ ജോർജ് എന്ന വില്ലന്റെ വലയിൽ കുടുങ്ങിപ്പോയ ജെസ്സിയുടെയും നിരപരാധികളായ 3 കുഞ്ഞുങ്ങളുടെയും കഥ. 1994 ജെസ്സി സാം വിവാഹം. ബംഗളൂരുവിലെ ഒരു പള്ളിയിലായിരുന്നു മിന്നുകെട്ട്. നിയമപരമായി പക്ഷേ അന്ന് വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നില്ല. വിവാഹം കഴിഞ്ഞ അതേ ദിവസം തന്നെയാണ് ജെസ്സി
ഒരു സത്യമറിയുന്നത്. സാം കെ ജോർജിന്റെ ആദ്യ ഭാര്യ പ്രസവിച്ചതും അന്നു തന്നെയായിരുന്നു. അധികം വൈകിയില്ല. ജെസ്സി സാം വിവാഹം അറിഞ്ഞതും ആ സ്ത്രീ കുഞ്ഞിനെ സാമിനെ ഏൽപ്പിച്ചുപോയി. സാം കുട്ടിയുമായി ജെസ്സിയുടെ അടുത്തെത്തി. ഞെട്ടിപ്പോയെങ്കിലും സമനില വീണ്ടെടുത്ത ജെസ്സി ആ പെൺകുഞ്ഞിനെ സ്വന്തം മകളായി തന്നെ വളർത്തി. വളർന്നു വലുതായി 25 വയസ്സ് കഴിഞ്ഞിട്ടും സ്വന്തം അമ്മ മറ്റൊരു സ്ത്രീയാണെന്ന് ആ മകൾക്കറിയില്ലായിരുന്നു. ഇളയ 2 ആൺമക്കൾ കൂടി ജെസ്സിക്ക് പിറന്നു. 3 മക്കളെയും ഒരുപോലെയാണ് ജെസ്സി നോക്കി വളർത്തിയത്. എല്ലാ രേഖകളിലും അമ്മയുടെ പേര് ജെസ്സി എന്നാണ്. ആ പോറ്റമ്മയെ കാണാതായിരിക്കുന്നു. പരാതിയുമായി മേധാവികളെ വിദേശത്തിരുന്ന് ബന്ധപ്പെട്ടത് ജെസ്സി ജന്മം നൽകാതെ വളർത്തിയ ആ മകളാണ്. കേരളത്തിനു പുറത്തു താമസിക്കുന്നതിനിടെ സാം ജെസ്സിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. ഡോറിന്റെ ഒരു വലുപ്പമുള്ള പൂട്ടുകൊണ്ട് തലയ്ക്കടിച്ചാണ് അയാൾ ജെസ്സിയെ ആക്രമിച്ചത്. തല പൊട്ടി ഗുരുതര നിലയിൽ ജെസ്സി വെന്റിലേറ്ററിലായി. പോലീസ് കേസെടുത്തു. സുഹൃത്തുക്കളും ബന്ധുക്കളും ഒത്തുതീർപ്പിനെത്തി. ഏറെ മടിച്ചാണെങ്കിലും ചുറ്റുമുള്ളവരുടെ വാക്കുകേട്ടു. അയാൾ സാം കെ ജോർജ് അന്ന് അക്ഷരാർത്ഥത്തിൽ ജെസ്സിയുടെ കാലു പിടിച്ചു. ഒടുവിൽ കേസ് ഒഴിവാക്കി. നാട്ടിലേക്ക് താമസം മാറി. നാട്ടിൽ താൻ സുരക്ഷിതയാകും എന്ന വിശ്വാസത്തിലായിരുന്നു ജെസ്സി. ജെസ്സിയുടെ പണം ഉപയോഗിച്ചാണ് കോട്ടയം കാണക്കാരിയിലെ ആ വീട് വാങ്ങിയത്. പക്ഷെ വീടും സ്ഥലവും വാങ്ങിയത് സാമിന്റെ പേരിലായിരുന്നു. തനിക്ക് ജോലിയുണ്ടെന്നും അതിനാൽ വായ്പ ലഭിക്കുമെന്നും പറഞ്ഞ് സാം ജെസ്സിയെ വിശ്വസിപ്പിച്ചിരുന്നു. നാട്ടിൽ വന്ന സാം ഏറെക്കാലം നല്ല നടപ്പായിരുന്നു. മക്കളൊക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ പോയതോടെ അയാളും ജെസ്സിയും മാത്രമായി. ചെറിയ മദ്യപാനം വലുതായി. സാം പഴയ സാമായി. അയാൾ ചിലപ്പോൾ അതിലും മോശമായി. സഹിക്കുന്നതിനും ഒരു പരിധിയുണ്ടല്ലോ. (2018) പാല അഡീഷണൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വിധിയിൽ കാണക്കാരിയിലെ വീട്ടിൽ ജെസ്സിക്ക് താമസിക്കാനുള്ള അനുമതി നൽകി. വീടിന്റെ ഉടമസ്ഥാവകാശം സാം കെ ജോർജിനായിരുന്നു. അയാൾക്ക് മുകളിലെ നിലയിലും ജെസ്സിക്കും മക്കൾക്കും താഴത്തെ നിലയിലും താമസം. കൂടാതെ ജെസ്സിക്കും മക്കൾക്കുമുള്ള ചെലവുകൾക്കായി ജീവനാംശവും നൽകണം. മുകളിലേക്ക് കയറാൻ വീടിനു പുറത്തുകൂടി സ്റ്റെയർ കേസ്. സാം മുകളിലത്തെ നിലയിലും ജെസ്സി താഴത്തെ നിലയിലുമായി വർഷങ്ങളോളം താമസം തുടരുകയും ചെയ്തു. വീടിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ചും മറ്റും കോടതിയിൽ സിവിൽ കേസുകൾ അപ്പോഴും നിലവിലുണ്ട്. ആ കേസുകളിൽ വിധി തനിക്ക് എതിരാകുമെന്ന് ജെസ്സി ഭയപ്പെട്ടിരുന്നു. വീട് ചിലപ്പോൾ തനിക്ക് നഷ്ടപ്പെട്ടേക്കും. ആ ഭയം അയാളിൽ വളർന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ അയാൾ ഒരു കേസുമായി കോടതിയെ സമീപിച്ചു. 2024 സാം കെ ജോർജ് കോടതിയെ സമീപിച്ചത് ജെസ്സിയെയും മക്കളെയും വീട്ടിൽ നിന്നു മാറ്റണം എന്നാവശ്യപ്പെട്ടായിരുന്നു. എന്നാൽ അതേ വീട്ടിൽ താമസിക്കാൻ ജെസ്സിക്ക് കോടതി നേരത്തെ അനുമതി നൽകിയിരുന്നു. ഈ തർക്കത്തിൽ അന്തിമ മധ്യസ്ഥ ചർച്ചകൾക്കായിട്ടാണ് കോടതി ഇരുവരെയും വിളിപ്പിച്ചിരുന്നത്. എന്നാൽ ആ വിധി തനിക്ക് അനുകൂലമാകില്ല എന്ന മുൻവിധി സാമിനുണ്ടായിരുന്നു. കോടതിയിലെ കേസുകൾ, അതിൻ്റെ വിധികൾ, ഫയലുകൾ പഠിച്ച പോലീസുകാർക്ക് വളരെ വേഗം ഒരു നിഗമനത്തിലെത്താൻ കഴിഞ്ഞു. കേസ് തോൽക്കുമെന്ന ഭയം സാമിനെ പിടികൂടിയിരുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കേസ് അയാൾ കൊടുക്കില്ല. ആ വീട് നഷ്ടപ്പെടാതിരിക്കാൻ അയാൾ ജെസ്സിയെ അപകടപ്പെടുത്തിയിരിക്കാം. ഒരുപക്ഷെ ഒരു കൊലപാതകമാണ് തങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയും വേഗം ഇനി സാം അയാൾ പിടിയിലായേ പറ്റൂ. ശാസ്ത്രീയമായ അന്വേഷണം, ഡിജിറ്റൽ നിരീക്ഷണം. സാം പിടിയിലാകാൻ പോലീസിന് അത്യാവശ്യം ചെറുതല്ലാത്ത ശ്രമം തന്നെ വേണ്ടിവന്നു. (2025) ഒക്ടോബർ 1 സാം യാത്ര തിരിച്ചതെങ്ങനെ?
അയാൾ പോയ വഴിയേത്? പല ദിവസങ്ങളിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. ജെസ്സിയെ കാണാതായ ദിവസം സാം സഞ്ചരിച്ച റൂട്ടുകളിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു. തൊടുപുഴ ഭാഗത്തേക്ക് സാം കാറിൽ പോകുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. ഇതാണ് പോലീസിന് ലഭിച്ച ആദ്യ സൂചന. സാം ഒളിവിൽ പോയ ശേഷം ഇയാളുടെ ഫോൺ ഓഫായിരുന്നു. പക്ഷേ കർണാടകയുടെ അതിർത്തി പ്രദേശങ്ങളിൽ ഫോൺ ഓണായ നിമിഷം സൈബർ സെൽ ആ സിഗ്നൽ കണ്ടെത്തി. ഇത് പിന്തുടർന്ന പോലീസ് സംഘം പ്രതി മൈസൂരുവിലോ അല്ലെങ്കിൽ ബംഗളൂരുവിലോ ഉണ്ടാകുമെന്ന നിഗമനത്തിലെത്തി. ഒടുവിൽ പോലീസ് സംഘം ബാംഗ്ലൂരിലെത്തി. അയാളുടെ ലൊക്കേഷന്റെ സ്വഭാവം ഏകദേശം ഉറപ്പാക്കി. ഒക്ടോബർ 3 വെള്ളിയാഴ്ച പിടികൂടുമ്പോൾ സാം ഒരു ഒളിത്താവളത്തിലായിരുന്നു. അവിടെ നിന്ന് ഇയാളെ കസ്റ്റഡിയിലെടുത്തു. സാമിനൊപ്പം അയാളുടെ സുഹൃത്തായ ഒരു ഇറാനിയൻ യുവതിയുമുണ്ടായിരുന്നു. MG സർവകലാശാലയിൽ യോഗ പഠിക്കാൻ വന്ന ഇവർക്ക് സാമിനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ ഈ യുവതിയുമായി അയാൾ കോട്ടയത്ത് പലതവണ വന്നുപോയതായി വിവരം ലഭിച്ചു. കാണക്കാരിയിലെ വീട്ടിലെത്തിയപ്പോൾ അവിടെ വെച്ച് ജെസ്സിയുമായി ഇവർ വഴക്കുണ്ടാക്കിയതായും പിന്നീട് തെളിഞ്ഞു. ആ വഴക്കിന് ശേഷം ഈ ഇറാനിയൻ യുവതി മടങ്ങിപ്പോയി എന്നായിരുന്നു സാമിന്റെ നിലപാട്. പക്ഷേ ഒടുവിൽ പിടിയിലായപ്പോൾ അവരും ഒപ്പം. ഇത് പോലീസിനെ കുഴക്കി. അതുകൊണ്ട് തന്നെ അവരെയും പോലീസ് കേരളത്തിലേക്ക് ഒപ്പം കൂട്ടി. കേരളത്തിലെത്തിച്ച ഉടൻ സാമിനെ കോടതിയിൽ ഹാജരാക്കി. അയാളെ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടു. ജെസ്സിയെ കിട്ടണം, സത്യമാകെ അറിയണം, പിന്നെ സാമിന്റെ ഊഴം, സത്യം പറയാനുള്ള അയാളുടെ അവസരം. ചോദ്യം ചെയ്യലിനായി പോലീസ് തയ്യാർ. ഒരു പിടി ചോദ്യങ്ങളുമുണ്ട് പോലീസിന്. പക്ഷേ പോലീസിനെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു അയാൾ തുടങ്ങിയത്. സർ, ജെസ്സി ഇപ്പോൾ ജീവനോടെ ഇല്ല, ഞാൻ കൊന്നു. പോലീസിന് പിന്നെ അറിയേണ്ടത് ഒറ്റ കാര്യം മാത്രം: ജെസ്സി എവിടെ? കൊലപ്പെടുത്തിയെങ്കിൽ മൃതദേഹം എവിടെ? ഒക്ടോബർ 4 ചെപ്പുകുളം വ്യൂ പോയിന്റ്. സാം ആ സ്ഥലം കൃത്യമായി പറഞ്ഞു. ഇടുക്കി ഉടുമ്പന്നൂർ ചെപ്പുകുളം വ്യൂ പോയിന്റിൽ റോഡിൽ നിന്ന് താഴേക്ക്. അവിടെയുണ്ട് ജെസ്സി. ചെപ്പുകുളം വ്യൂ പോയിന്റിന് 50 അടി താഴ്ചയിൽ കൊക്കയിൽ നിന്ന് ജെസ്സിയുടെ മൃതദേഹം പോലീസ് കണ്ടെടുത്തു. അഴുകിയ നിലയിലായിരുന്നു ആ ശരീരം. ഇനി അറിയേണ്ടത് കൊലപാതകത്തിന്റെ രീതിയാണ്. മൃതദേഹം ആ കൊക്കയിലേക്ക് എത്തിച്ചത് എങ്ങനെ? എന്നായിരുന്നു കൊലപാതകം? സാം എല്ലാം പറയാൻ തയ്യാറായി. 2025 സെപ്റ്റംബർ 29 രാവിലെ 11 മണി. കാണക്കാരിയിലെ വീട്ടിലേക്ക് സാം എത്തിയത് തന്റെ പുതിയ വിദേശി സുഹൃത്തുമായാണ്. ബാംഗ്ലൂരിൽ പോലീസ് കണ്ട ആ ഇറാനി വനിത. ഇന്ത്യയിൽ നിന്ന് പഠിക്കാനാണ് ആ പെൺകുട്ടി എത്തിയത്. ആ ഫീസിനായി ചെറിയൊരു ജോലിയും അവൾക്ക് ആവശ്യമായിരുന്നു. ബാംഗ്ലൂരുവിൽ താൻ അത് സംഘടിപ്പിച്ചു കൊടുക്കാമെന്ന് അയാൾ വീമ്പടിച്ചതോടെ ഒപ്പം കൂടിയതാണ് ഇറാനി. വീടിന് മുന്നിലെത്തിയപ്പോഴാണ് സാം കണ്ടത് ജെസ്സി അവിടെ നിൽപ്പുണ്ട്. പിന്മാറാതെ അയാൾ അവിടെ ഇറങ്ങി. അപ്പോൾ തന്നെ ജെസ്സിയും മുന്നിലേക്കിറങ്ങി. അവർ ഒരക്ഷരം മിണ്ടിയില്ല. പകരം ഫോൺ കയ്യിലെടുത്തു. വീഡിയോ ക്യാമറ ഓണാക്കി. സാമിനെയും ആ പെൺകുട്ടിയെയും ചിത്രീകരിക്കാൻ തുടങ്ങി. ചീറിയടുത്ത സാം ജെസ്സിയുടെ മുന്നിലെത്തി. വലിയ വായിൽ വഴക്കായി ഇരുവരും. വീഡിയോ ഓണായതുകൊണ്ട് അയാൾ ജെസ്സിയുടെ ദേഹത്ത് കൈവച്ചില്ല എന്ന് മാത്രം. ഏറെ നേരത്തെ വഴക്കും കൊലവിളിയും കഴിഞ്ഞു. അയാൾ ആ പെൺകുട്ടിയെയും കൊണ്ട് മുകളിലേക്ക് പോയി. ഉച്ച കഴിഞ്ഞ് 3 മണിവരെ അവർ അവിടെ തന്നെ ഉണ്ടായിരുന്നു. 3 മണിക്ക് സാം ആ പെൺകുട്ടിയുമായി പുറത്തിറങ്ങി. 2025 സെപ്റ്റംബർ 29 നേരം ഇരുട്ടി വരുന്നു. സമയം വൈകുന്നേരം 6:15. അയാൾ ആ വീട്ടിലേക്ക് തന്നെ മടങ്ങിയെത്തി. അപ്പോഴും
അവിടെ ആ വീടിന് മുന്നിൽ ഒരു പടിയിലായി ഇരിക്കുകയാണ് ജെസ്സി. അയാൾ ജെസ്സിയുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ ജെസ്സി ഉറക്കെ അയാളോട് പറഞ്ഞു, ആ വീഡിയോ ഞാൻ നാളെ കോടതിയിൽ നൽകും. നാളെ കോടതിയിൽ കാണാം. നിങ്ങൾ ഈ കേസിൽ തോൽക്കും. അപ്പോഴേക്കും സാം ജെസ്സിയുടെ മുന്നിലെത്തി. കോടതിയിൽ ഒരു കുന്തവും നടക്കുകയില്ല. സാം തിരിച്ചടിച്ചു. അതിനു മറുപടിയായി സാമിനെ കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ജെസ്സി. അയാൾ വീണ്ടും എന്തോ പറയാൻ തുടങ്ങി. ആ വാചകം പൂർത്തിയാകും മുമ്പ് തന്നെ അയാൾ കൈ ജെസ്സിക്ക് നേരെ ഉയർത്തി. കയ്യിൽ ഒരു സ്പ്രേ ബോട്ടിൽ. ജെസ്സിക്ക് അതെന്താണെന്ന് മനസ്സിലാകും മുൻപേ അയാൾ അത് ആഞ്ഞടിച്ചു. കയ്യിൽ ഒളിപ്പിച്ചിരുന്ന പെപ്പർ സ്പ്രേ. പെപ്പർ സ്പ്രേ കണ്ണിൽ തെറിച്ചതോടെ ജെസ്സി പെട്ടെന്ന് താഴേക്ക് വീണുപോയി. താഴേക്ക് വീണ ജെസ്സിയെ വീടിനകത്തേക്ക് അയാൾ വലിച്ചിഴച്ചു. അകത്തെത്തിയതും ഒരു തോർത്ത് അയാൾ കയ്യിലെടുത്തു. ആദ്യം മുഖം അമർത്തിപ്പിടിച്ചു. പിന്നെ ആ തോർത്ത് അവളുടെ കഴുത്തിലിട്ട് ആഞ്ഞു മുറുക്കി. അയാളുടെ സർവ്വശക്തിയും എടുത്തു. നിമിഷങ്ങൾ. ആ ശരീരം നിശ്ചലമായി. മരണം അയാൾ ഉറപ്പാക്കി. ആ വീട്ടിൽ നിന്നും, ആ താഴത്തെ നിലയിൽ നിന്നും സാം പുറത്തായിട്ട് വർഷങ്ങളേറെ കഴിഞ്ഞിരുന്നു. ഇപ്പോൾ അയാൾ ആ വീടിനുള്ളിലാണ്. അയാൾ ഒരു ഉന്മാദിയെപ്പോലെ ആ വീടിനുള്ളിൽ ആഘോഷിച്ചു. ജെസ്സിയുടെ നിശ്ചല ശരീരം സാക്ഷിയാക്കി അയാൾ അവിടെ ഇരുന്ന് TV കണ്ടു. അടുക്കളയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. പാചകം ചെയ്തു. അയാൾ ആ വീട് ആഘോഷിക്കുകയായിരുന്നു. അയാൾ ആ മരണം ആഘോഷിക്കുകയായിരുന്നു. കൊലപാതകത്തിനു ശേഷം എന്തൊക്കെ ചെയ്യണം? അയാൾക്കതിനെല്ലാം കൃത്യമായ പ്ലാൻ ഉണ്ടായിരുന്നു. രാത്രി 9:30. 3 മണിക്കൂറോളം അയാൾ ആ വീടിനുള്ളിൽ TV കണ്ടിരുന്നു. പിന്നീട് ഒരു പ്ലാസ്റ്റിക് ചാക്ക് എടുത്തുകൊണ്ടുവന്നു. ഒരു വലിയ ചാക്ക് ജെസ്സിയുടെ ശരീരത്തിലേക്ക് ചേർത്ത് ചാക്ക് വലിച്ചു കയറ്റി. ഇപ്പോൾ ജെസ്സി ഏതാണ്ട് പകുതി അകത്തായി. പിന്നെ അയാൾ സർവ്വശക്തിയുമെടുത്ത ശരീരം മടക്കി അകത്താക്കി. ചാക്ക് മൂടിക്കെട്ടി. രാത്രി 10:30. അടുക്കളയിൽ ശേഷിച്ച ഭക്ഷണമെടുത്തു വന്നയാൾ കഴിച്ചു. അപ്പോഴും ആ ചാക്കുകെട്ട് അതിനു സാക്ഷിയാണ്. രാത്രി 11 മണി. TV ഓഫാക്കി. ലൈറ്റ് എല്ലാം അണച്ചു. പുറത്തിറങ്ങി നോക്കി. ചുറ്റും ആരുമില്ല. കാറിന്റെ ഡിക്കി മെല്ലെ തുറന്നു വച്ചു. വീടിനകത്തു കയറി ആ ചാക്കുകെട്ട് പുറത്തിറക്കി. അത് പിന്നീട് ഡിക്കിയിലാക്കി. ഡിക്കി അടച്ചു. തൊടുപുഴ വഴി നേരെ ഇടുക്കി. ഉടുമ്പന്നൂർ ചെപ്പക്കുളം വ്യൂ പോയിന്റ് സഞ്ചാരികളുടെ പ്രധാന ആകർഷക കേന്ദ്രമാണ്. രാത്രി ആളൊഴിഞ്ഞ ഭാഗത്തയാൾ കാഴ്ച കാണാനെന്ന പോലെ വാഹനം നിർത്തി. സുരക്ഷിതമെന്ന് ഉറപ്പുവരുത്തി. ചാക്ക് പുറത്തെടുത്ത് വലിച്ചെറിഞ്ഞു. മടക്കയാത്രയിൽ അയാൾ ഒരു വിജയിയെപ്പോലെ ചിരിച്ചുകൊണ്ടേയിരുന്നു. കോടതിയിലും ജീവിതത്തിലും താൻ തന്നെ വിജയി. തന്നെ പരാജയപ്പെടുത്തുമെന്ന് വീമ്പ് പറഞ്ഞവളാണ് താഴേക്ക് പതിക്കുന്നത്. ജെസ്സിയുടെ 2 മൊബൈൽ ഫോണുകൾ തന്റെ കയ്യിലുണ്ട്. മടക്കയാത്രയിൽ സാം ആദ്യം കഞ്ഞിക്കുഴിയിലെത്തി. കാറ് കഴുകാൻ നൽകി. പിന്നീട് അയാൾ ഒരു ബസ്സിൽ കയറി. കയ്യിലുള്ള ഒരു തെളിവ് കൂടി നശിപ്പിക്കാനുണ്ട്. ബസ്സിൽ കയറി നേരെ പോയത് MG സർവകലാശാല ക്യാമ്പസിലേക്കായിരുന്നു. അവിടെ ആഴമുള്ള പാറമടയിൽ രൂപപ്പെട്ട ഒരു കുളമുണ്ട്. മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റിനു സമീപം. ഫോൺ 2ഉം അവിടെ ഉപേക്ഷിച്ചു. വിശദമായ തെളിവെടുപ്പിൽ കാറും ഫോണുകളും പോലീസ് പിന്നീട് കണ്ടെടുത്തു. സാം പ്രയോഗിച്ച പെപ്പർ സ്പ്രേയുടെ ടിൻ കാറിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. ഫോറൻസിക് അരിച്ചു പറക്കി വീട്ടിൽ നിന്നും പരമാവധി തെളിവുകൾ ശേഖരിച്ചു. സ്വന്തം ചോരയിൽ പിറന്ന മക്കൾ പോലും അയാൾക്കെതിരാണ്. അയാൾ കൊലപാതകത്തിൽ ഉന്മാദം കണ്ടെത്തിയവൻ. ഭാര്യയുടെ ചേതനയറ്റ ശരീരത്തിനരികിൽ ആഘോഷം നടത്തിയവൻ. ഒരിക്കൽ ജെസ്സി കോടതിയെ സമീപിച്ചത് തന്റെയും മക്കളുടെയും ജീവനും ജീവിതവും സുരക്ഷിതമാക്കാനാണ്. പക്ഷെ ഇപ്പോൾ
തൻ്റെ ജീവന് പകരമായി ജെസ്സി കോടതിയോട് ആവശ്യപ്പെടുന്നത് നീതിയാണ്. ഇനി ആ നീതിക്കായുള്ള പോരാട്ടമാണ്. അവിടെ അമ്മയ്ക്കൊപ്പമുണ്ട് ആ മക്കൾ. നാളെ മറ്റൊരു കേസുമായി വീണ്ടും. ഗുഡ് ബൈ.